എവരിഡേ തീയല്ലേ എവരിഡേ. കുറച്ച് നാളധികം കൊടുത്തായിരുന്നു. പക്ഷേ ഈ ഫിൻമൗണ്ട് അക്കൗണ്ടൻസ് അത്ര പോപ്പുലർ അല്ല. അയർലൻഡിൽ ഒരു മിലന്റെ ഒരു ഷോപ്പ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഒബ്വിയസ്ലി മാമിന്റെ ഇത് ഐഡിയോടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇംഗ്ലീഷ് മൂവി നമുക്ക് മലയാളം മൂവി ആയിരിക്കും ഇഷ്ടം. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ സെക്ഷനിലോട്ട് പോയാലോ? അതേ അടുത്തിരിക്കുന്ന ആള്, അത് ഈഗോ എന്ന് പറയുന്നൊരു. ഹലോ, നമസ്കാരം. ഞാൻ സ്മിത ജുഗൽ. DMA പ്രസൻസ് മലയാളി വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളി വോയിസിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് ഫാഷൻ രംഗത്തും ഡിസൈനിങ് രംഗത്തും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രാൻഡായ മിലൻ ഡിസൈൻ്റെ സാരഥികളാണ്. മിലൻ ഡിസൈൻ CEO ആൻഡ് ഫൗണ്ടർ മിസ്റ്റർ ഷേർലി റെജിമോൻ, ഹസ്ബൻഡ് മിസ്റ്റർ റെജിമോൻ പടിക്കൽ, രണ്ടുപേർക്കും മലയാളി വോയിസിലേക്ക് സ്വാഗതം. Thank you. മിലൻ ഡിസൈൻസ് അങ്ങനെ അയർലൻഡിൽ എത്തിയിരിക്കുകയാണ്. ദ്രോഹഡ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓൾ അയർലൻഡ് ബ്യൂട്ടി പേജന്റ് ഷോ ഗ്ലാം യൂറോപ്പ് സീസൺ 1ൻ്റെ ഭാഗമാകാനാണ് മിലൻ ഡിസൈൻസ് അയർലൻഡിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വിജയിക്ക് മിലൻ്റെ വക ഒരു വമ്പൻ ഓഫറുണ്ട്. മിലൻ്റെ തന്നെ മോഡൽ ആവാനുള്ള അവസരം. എന്താണ് ഈ അവസരത്തിൽ തോന്നുന്നത്? അയർലൻഡിൽ ഇതുപോലൊരു ഷോയുടെ ഭാഗമാകാനും ഇതുപോലൊരു ബ്യൂട്ടി പേജന്റ് ഷോ അയർലൻഡിലെ മലയാളികൾക്ക് സമർപ്പിക്കാനും കഴിഞ്ഞതിൽ മിലൻ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം. ഇങ്ങനെ അയർലൻഡിൽ എന്ന് പറയുമ്പം നമ്മൾക്ക്, എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയധികം മലയാളികളുള്ള ഒരു യൂറോപ്യൻ രാജ്യം UK ഉണ്ടെങ്കിൽ പോലും അയർലൻഡ് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. മലയാളീസ്, എനിക്ക് തോന്നുന്നു ഐറിഷ് ആൾക്കാരുടെ ആ വാംത്തും ഒക്കെ കൊണ്ട് മലയാളികളും ഭയങ്കര സ്നേഹം, എല്ലാവർക്കും ഭയങ്കര സ്നേഹവും അങ്ങോട്ട് അന്യോന്യം ബഹുമാനിക്കുന്നതും നിങ്ങളുടെ യോജിപ്പൊക്കെ കണ്ടിട്ട് ഭയങ്കര സ്നേഹം തോന്നും, സന്തോഷം തോന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അയർലൻഡിന് അങ്ങനെ വരുന്ന ഈ ബ്യൂട്ടി പേജൻറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഓക്കെ വിൽ ഡു ഇറ്റ്. നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ ആണോ ഇത്? ഞാൻ മാമിൻ്റെ ഒത്തിരി ഇൻ്റർവ്യൂസ് യൂട്യൂബിലും എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഇൻ്റർവ്യൂസ് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇൻ്റർവ്യൂസ് അങ്ങനെ അധികം കാണാത്ത എന്തുകൊണ്ടാണ്? സാറിന് അങ്ങനെ ഇൻ്റർവ്യൂസിലൊന്നും അങ്ങനെ ഒരുമിച്ച് വരാൻ താല്പര്യമില്ലാത്ത ആളാണോ? ഫാഷനെ പറ്റി സംസാരിക്കുന്നത് കൂടുതലും ഷെർലിയാണ്. അതെ, അതിനെപ്പറ്റിയുള്ള ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലേഡീസിനെ പറ്റിയും അവരുടെ ഡ്രസ്സിനെ പറ്റിയും സംസാരിക്കാനായിട്ട് ഷെർലിക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ട്. ബാക്കിൽ സപ്പോർട്ട് അതെ, അതെ. അവസരം കിട്ടാത്തത് കൊണ്ടല്ല, അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതെ, അതെ. മിലൻ ഡിസൈൻ 2010 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ 16 years സക്സസ്ഫുൾ ഇൻ ദ ബിസിനസ് ലൈഫ്. ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണറാണ്. മാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ചെറുപ്പം മുതലേ ഫാഷനോടും ഡിസൈനിങ്ങിനോടും ഒക്കെ ഒരു വല്ലാത്ത പ്രണയമുള്ള ഒരാളായിരുന്നു. ആ പ്രണയമാണോ പിന്നീട് മിലൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ആശയം റീഡിഫൈൻ ചെയ്ത് വന്നത്? അതോ പിന്നീട് ലൈഫിൽ എപ്പോഴെങ്കിലും ആണോ അതിനുള്ളൊരു സ്പാർക്ക് കിട്ടിയത്? ആക്ച്വലി ഞങ്ങൾക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. മമ്മി കുഞ്ഞിലെ മുതലേ ഞങ്ങളെ നല്ല ഡ്രസ്സ് ഇടിയിപ്പിച്ച്, ഞങ്ങൾക്ക് തന്നെ സ്പെഷ്യലായിട്ടൊരു ടൈലറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമുള്ള ഫാമിലിയായിരുന്നു എൻ്റെ. പക്ഷേ ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ MCA, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേയും, ഞാൻ MCA പഠിച്ച ആളാണ്. ഞാൻ ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ MCAക്കാണ് പോയത്. MCA ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് വരുന്ന വീട് ഒരു ഫാഷൻ്റെ ടെക്സ്റ്റൈലൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. അവിടെ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഫാഷനും അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ബിസിനസ്സിൽ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായ, യെസ് ഐ ക്യാൻ ഡു ദിസ്, അനദർ ലെവൽ, അടുത്ത ലെവലിലേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും, മോൻചാനും മനസ്സിലായി ഇത് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് എക്സിബിഷൻസ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി, നമുക്ക് തുടങ്ങാവുന്ന എക്സിബിഷൻസ് ഞാൻ ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെ ആക്ച്വലി ആക്സിഡൻ്റലി അല്ല, പക്ഷെ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം മാം ഇപ്പം പറഞ്ഞത് സാറാണ് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നത്. അപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ടാണ് മാം കടന്നു വന്നത് സാറിനെ കല്യാണം കഴിച്ച് വന്നപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയൂ. പടിക്കപ്പറമ്പിൽ ടെക്സ്റ്റൈൽസ് ആണ് സാറിൻ്റെ ഒരു ബിസിനസ് സാമ്രാജ്യം. അപ്പോൾ അതിനെക്കുറിച്ച്, അതെന്നാണ് തുടങ്ങിയത്, അതിനെക്കുറിച്ച് പറയും. ഞാൻ മാരേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ബിസിനസ്സാണ്. ഓക്കെ. ഞങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു, പലചരക്കട ഉണ്ടായിരുന്നു, മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മെഡിക്കൽ ഷോപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാരേജ് 91 മാർച്ചിൽ മാരേജ്. ജൂലൈയിൽ ഞങ്ങൾ കൂത്താട്ടോടത്ത് പുതിയ സ്റ്റോർ ടെക്സ്റ്റൈൽ
ഞാൻ ടെക്സ്റ്റൈലിലേക്ക് മാറുന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ 10, 15, 20 വർഷം കൂത്താട്ടുകുളത്ത് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഷെല്ലിക്ക് ടേസ്റ്റ് ഒന്നുകൂടെ ഒരു പ്രീമിയം, ഒരു ഹൈ ക്ലാസ് ടേസ്റ്റുള്ള ആളായിരുന്നു. അപ്പോൾ നമ്മൾ പല സാധനങ്ങളും ബോംബെ, കൽക്കട്ട, ഡൽഹി പർച്ചേസ് ചെയ്ത സാധനം വരുമ്പോൾ, നല്ല പ്രീമിയം ടൈപ്പ് സാധനം വരുമ്പം അത് കൂത്താട്ടുകുളത്ത് പോകത്തില്ല. ഓക്കെ ഓക്കെ. അത് നമുക്ക് ടേസ്റ്റ്, ഷെല്ലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി എക്സിബിഷൻ സെയിലുകൾ നടത്തിയായിരുന്നു ഓൾ കേരളയിൽ. അതെല്ലാം സൂപ്പർ സക്സസ് ആയിരുന്നു. ഓക്കെ. അപ്പം ഞങ്ങളൊന്ന് റീതിങ്ക് ചെയ്തു. ഞങ്ങൾ അതിനു മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് ഒരു ഷോപ്പ് തുടങ്ങണമെന്ന്. അപ്പോൾ ഈ ബൊട്ടിക്കിൽ വരുന്ന കാലത്ത് അന്ന് നോർത്ത് ഇന്ത്യൻസ് ആണ് എക്സിബിഷൻ സെയിൽസുകൾ സാധാരണ നമ്മൾ കേരളത്തിലൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് മലയാളീസിന് തുടങ്ങിക്കൂടാന്നുള്ള ഒരു താല്പര്യം തോന്നി നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സെയിലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബൊട്ടിക് ടേസ്റ്റുള്ള സാധനങ്ങളെല്ലാം കൂടെ ഓൾ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലുള്ള എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുടക്കുഴിയിലെന്ന് പറയുന്ന പോലെ ഒരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 365 ദിവസവും എക്സിബിഷൻ ചെയ്യാമല്ലോ. മറ്റേത് 2 ദിവസം 3 ദിവസം എക്സിബിഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു 365 ദിവസം. അതാണ് മിലൻ എന്ന് പറയുന്ന ഷോപ്പായിട്ട് മാറിയത്. ഇപ്പം 1991 ഒരു ടെക്സ്റ്റൈൽ കുടുംബത്തിലോട്ട് മരുമോളായിട്ട് മാം കടന്നു വരുവാണ്. അപ്പോൾ വിവാഹശേഷം നേരത്തെ പറഞ്ഞു പടിക്കപ്പറമ്പ് ടെക്സ്റ്റൈൽസിൽ സാറിൻ്റെ കൂടെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആ ഒരു തീരുമാനം മാമിൻ്റെ ആയിരുന്നോ അതോ സാറിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണോ ആ ഒരു ഫീൽഡിലോട്ട് അന്ന് മാം കടന്നു വന്നത്? ഇത് സാറിൻ്റെ നിർബന്ധമുണ്ട്. ഞാൻ കുട്ടികളൊക്കെ ആയി കുറച്ച് വലുതായി സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ്, LKG UKG ഒക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ മോൻചാൻ്റെ കൂടെ കടയിൽ പോയി. പിന്നെ കടയിൽ അങ്ങനെ മാനേജ്മെൻറ്റിൽ കൂടുതലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സെയിൽസ് പറ്റുമെന്ന്. പിന്നെ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അതിൽ എന്നാ പറയുന്നത്, ഒരു മാനേജർ എന്നുള്ള പോലെയാണ് ഞാൻ കടയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം മാം പറഞ്ഞു പടിക്കപ്പറമ്പ് ടെക്സ്റ്റൈൽസിൽ ഇരുന്നപ്പോൾ മാം സ്വപ്നം കണ്ടു, എനിക്കിത് പോരാ, ഇതുക്കും മേലെ വേണം അല്ലേ? ആ ഒരു സ്വപ്നമാണ് പിന്നീട് മിലൻ ഡിസൈനിലോട്ട് വന്നത്. നേരത്തെ എക്സിബിഷൻസിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്ന ഒരു എക്സിബിഷൻസ് ആരും തോന്നി മിലൻ ഡിസൈനിലോട്ടുള്ള ഒരു ഡോർ സ്റ്റെപ്പ്. അപ്പം ആ ഒരു 2010 മുമ്പ് എത്ര എക്സിബിഷൻസ് കേരളത്തിൽ നടത്തിയിട്ടുണ്ടാവും? 2010 മുമ്പേ എനിക്കൊന്ന് അറൗണ്ട് 30-35 31 or 32 അതങ്ങനെ എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. എന്നാലും 10-30 എക്സിബിഷൻ ഓൾ കേരള ചെയ്തു. അതൊരു വളരെ ഒരു അന്നത്തെ കാലത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അന്നത്തെ അങ്ങനെ ഒരു എക്സിബിഷൻസ് നടത്തുക. എന്തൊക്കെ കോൺസെപ്റ്റാണ് അന്ന് ആ എക്സിബിഷൻസിൽ കൊണ്ടുവന്നത്? കോൺസെപ്റ്റ് നമ്മൾ എക്സിബിഷൻ അന്ന് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ വന്ന് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ. എക്സിബിറ്റ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസും പ്രിൻസും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അറിയാം ജയ്പൂരിൽ നിന്നുള്ള ബ്ലോക്ക് പ്രിൻസിലുള്ള കുർത്തീസ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ്, അങ്ങനത്തെ പല പല ഇവിടെ നോർമലി നമ്മുടെ നാട്ടിൽ വരാത്ത പ്രോഡക്ട്സ്, അങ്ങനത്തെ പ്രോഡക്ട്സ് ആയിരുന്നു അവർ കൊണ്ടുവന്ന് എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ വൈ കാണ്ട് വി, നമുക്ക് പോയി ചെയ്യാം. ഇവരിത് പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോവുകയും നമ്മൾ സോഴ്സ് ചെയ്യാനും പ്രൊക്യൂർ ചെയ്യാനൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു. ഓൾ ഇന്ത്യ കുറേ അധികം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യെസ് വി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ ദാൻ ദ നോർത്ത് പീപ്പിൾ. സോ അങ്ങനെ ഞങ്ങൾ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ട് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം എനിക്കൊന്ന് ഫസ്റ്റ് ടൈം വി ഡിഡ് അറ്റ് കോട്ടയത്ത് ഭയങ്കര ഹിറ്റ് എക്സിബിഷൻ ആയിരുന്നു 3 days. ആ എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യെസ് നമ്മുടെ കേരളം മുഴുവൻ നമുക്കിത് ചെയ്യാം. അങ്ങനെ എനിക്കൊന്ന് എവറി മന്ത് വി സ്റ്റാർട്ടഡ് ഡൂയിങ് എക്സിബിഷൻ. എറണാകുളം, കോട്ടയം, ട്രിവാൻഡ്രം, അങ്ങനെ സിറ്റീസിലെല്ലാം തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ചെറിയ സിറ്റി മൂവാറ്റുപുഴ, കോലഞ്ചേരി, ചങ്ങനാശ്ശേരി, തിരുവല്ല എല്ലായിടത്തും ചെയ്തു. അത് പല മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തു. എറണാകുളത്തൊക്കെ കുറേ അധികം പ്രാവശ്യം ചെയ്തു. എല്ലാം ഹിറ്റായിരുന്നു. ട്രിവാൻഡ്രം ഒക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റ് എക്സിബിഷൻസ്. ഈ എക്സിബിഷൻസ് ശരിക്കും ഒരു എക്സ്പെരിമെന്റ് തന്നെയായിരുന്നു അല്ലേ? ആ എക്സിബിഷനിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ, എവിടെയാണ് ഇത് സക്സസ് ആവാൻ പറ്റുന്നത്, എങ്ങനെയുള്ള ഫാബ്രിക്സ്, എങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൾച്ചറൊക്കെ മനസ്സിലാക്കാനായിട്ട് മാമിന് പറ്റി. ഓരോ സ്ഥലത്തിനും ഒരു 20-30 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തിന് പോലും ടേസ്റ്റ് ഡിഫറെൻ്റാണ്. കസ്റ്റമറുടെ ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ്. അവരുടെ കൾച്ചർ, ആ കമ്മ്യൂണിറ്റിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അതപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ തന്നെ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമറിനെ കണ്ടാൽ, ഇപ്പോൾ എൻ്റെ കടയിൽ ഇരുന്നാൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് എന്താ കൊടുക്കേണ്ടത് എന്നുള്ളൊരു കോൺക്രീറ്റ് ഐഡിയ എനിക്കുണ്ട്. അല്ലെ അവരെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ല അവരുടെ ഏത് ടൈപ്പ് ഓഫ് സാരീസ് ആയിരിക്കും അവർ എടുക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഈ എക്സിബിഷൻ ചെയ്തുകൊണ്ടാണ്. അങ്ങനെ 2010 MG റോഡിൽ മിലൻ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു.
കേരളത്തിൻ്റെ ഫാഷൻ ക്യാപിറ്റലാണ് കൊച്ചി. അതുകൊണ്ടാണോ കൊച്ചി തിരഞ്ഞെടുത്തത്? അത് ആരുടെ? അത് ഞങ്ങളുടെ തീരുമാനം ഒരുമിച്ചെടുത്തത്. ഞങ്ങൾ ആദ്യം കോട്ടയമാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്റ്റഡി ചെയ്തപ്പോൾ കോട്ടയം അല്ല, കൊച്ചിയാണ്. എന്ന് വെച്ചാൽ കോട്ടയം, കൊച്ചി എന്ന് പറയുമ്പോൾ എല്ലാ നമ്മൾ ഒന്നാമത് എയർപോർട്ടുണ്ട്, പിന്നെ എല്ലാ ഇന്റർനാഷണൽ ട്രാവലേഴ്സും എല്ലാം ടൂറിസ്റ്റും എല്ലാം വരുന്ന സ്ഥലം കൊച്ചി. കേരളത്തിന്റെ സെന്റർ അതെ അതെ അതെ. പോയിന്റ് കൊച്ചിയാണ്. സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് കൊച്ചി തിരഞ്ഞെടുത്തത്. സാറിന് അന്ന് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഫീൽ ചെയ്തോ? അങ്ങനെ കൊച്ചി തന്നെ വേണോ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ? ലോകത്ത് ഒത്തിരി ആൾക്കാർ പിന്തിരിക്കാൻ നോക്കി. നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പല പറഞ്ഞു. ആൾക്കാരെ റിസ്ക് കൊച്ചിയെ കുറിച്ചല്ല. ആ, വലിയ വലിയ ഷോപ്പുകളുണ്ട്. മറ്റുള്ളവരുടെ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ അന്ന് ഉഴൂർ കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി. ഉം. അപ്പോൾ കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയ സമയം. അതെ അതെ അപ്പം ഞാൻ പറഞ്ഞു, കെ ആർ നാരായണൻ ഉഴവൂരുള്ള കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയെങ്കിൽ അതെ അതെ എനിക്ക് എറണാകുളത്ത് എം ജി റോഡിൽ ഒരു ഷോപ്പ് ഇടാലോ. അതെ തീർച്ചയായിട്ടും. അതിനും വലുതൊന്നും അല്ലല്ലോ അതൊരു പറഞ്ഞു. കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് റിയലി സാറിനോട് ചോദിക്കാനുള്ളത്, മാം ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടില്ല. 1991 മുതൽ സാറിൻ്റെ കൂടെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഈ ഒരു പരിചയവും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് പിന്നീട് മിലൻ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ടെക്സ്റ്റൈൽ കൾച്ചറേ അല്ല, വേറൊരു ബൊട്ടി കൾച്ചറിലുള്ള ഒരു കോൺസെപ്റ്റ് കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ മാം തുടങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു തീരുമാനത്തിൽ 100% സാറ് കോൺഫിഡൻ്റ് ആയിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് 20 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് മാറുന്നത്. അപ്പോൾ 20 വർഷത്തെ എനിക്ക് 20 30 വർഷം എൻ്റെ ഫാദറായിട്ട് ബിസിനസ് ഉള്ളതാണ് ടെക്സ്റ്റൈൽ. ഷെല്ലി കല്യാണം കഴിഞ്ഞിട്ട് 5 ഇയർ കഴിഞ്ഞിട്ട് ഒരു 15 ഇയർ എക്സ്പീരിയൻസ് അവിടെ തന്നെ കിട്ടി. പിന്നെ എക്സിബിഷൻ സെയിലുകൾ ചെയ്തുള്ള എക്സ്പീരിയൻസ് കിട്ടി. 100% നമുക്ക് അറിയാമല്ലോ ഓരോ ടേസ്റ്റ് അതെ. ആൾക്കാരുടെ കാണുമ്പോൾ അതെ നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കാണുമ്പോൾ അറിയാം ഇയാൾ എങ്ങനത്തെ ടേസ്റ്റിൽ പോകുന്ന ആളാണ്. ഇത് ഓൾ ഇന്ത്യയിലുള്ള ഷോപ്പുകളും അവിടെയുള്ള സെയിൽ ചെയ്യുന്ന സാധനങ്ങളും നമ്മൾ എക്സിബിഷൻ സെയിൽ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരുടെ റെസ്പോൺസും എല്ലാം കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം 100% നമുക്ക് അത് സക്സസ് ആകും. അതെ തുടങ്ങിയാൽ മാത്രം മതി എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു 100% കോൺഫിഡൻ്റ് ആയിരുന്നെന്ന്. ആ ഒരു കോൺഫിഡൻസ് മാമിന് തരുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ചലഞ്ചൊക്കെ ഉണ്ട്. അതായത് നമ്മളൊരാൾ 100% കോൺഫിഡൻസോടുകൂടി നമ്മളെ ഇത് ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു ഫുൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അത് വിജയിപ്പിക്കുക എന്നുള്ളത് പിന്നെ മാമിൻ്റെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തപ്പോൾ എന്താണ് ഒരു വിഷൻ സെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലൊക്കെ മാം സെറ്റ് ചെയ്ത് കാണണമല്ലോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. അതെന്താണ്? ഞാനിത് ചോദിക്കുന്നത് ഇതുപോലെ തന്നെ ഒത്തിരിയും കൺഫ്യൂഷനോടുകൂടി ഒരു സ്റ്റാർട്ടിങ് ട്രബിളോടുകൂടിയൊക്കെ നിൽക്കുന്ന ഒത്തിരി ബിസിനസ്സുകാരൊക്കെ കാണും. അപ്പോൾ അവർക്കും കൂടി ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, വിഷൻ സെറ്റ് ചെയ്യാതെ നമുക്ക് പറ്റില്ലല്ലോ. ഞാൻ ആക്ച്വലി ആദ്യത്തെ ഞങ്ങളുടെ വിഷൻ തന്നെ, കോൺസെപ്റ്റ് തന്നെ മിക്സ് ആൻഡ് മാച്ച് എന്നുള്ള കോൺസെപ്റ്റായിരുന്നു. അത് ഭയങ്കര സക്സസ്ഫുള്ളായി. ഒരു 2-3 മന്ത്സ് കൊണ്ട് തന്നെ അത് ഭയങ്കര സക്സസ്ഫുള്ളായി എന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളങ്ങനെ ഫാബ്രിക്കും ലേസും വെച്ച് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞത് ക്വാണ്ടിറ്റി സെയിലല്ലേ, ഇത് ഓൾ കേരള ലെവലിൽ ഇത് കത്തി പടർന്നപ്പോൾ വി സ്റ്റാർട്ടഡ് മേക്കിംഗ് ദീസ് കൈൻഡ് ഓഫ് സാരീസ്. അപ്പം അത് നമുക്ക് പ്രൊഡക്ഷൻ നമുക്കിവിടെ കേരളത്തിൽ നടക്കില്ല, കുറച്ച് തയ്യക്കാരെ വെച്ചുകൊണ്ട് ചെയ്യില്ല. അപ്പം നമ്മൾ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് ഇൻ കാൽക്കട്ട, വാരണാസി, ബോംബെ, ഡൽഹി, എവരിവെയർ. ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകൾ ഓരോ അതാത് സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത് അവിടെ വെച്ച് ചെയ്ത് പ്രൊഡക്ഷൻ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ അത് നമുക്ക് സെയിലിനെ നല്ലതായിട്ട് കൂട്ടി, നമ്മുടെ സെയിൽ കൂട്ടി. അപ്പം മറ്റുള്ള കടകൾ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അല്ലെ പുറകിലുള്ള കോമ്പറ്റീറ്റേഴ്സ് നമുക്കിങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റൈലിലേക്ക് എത്തുന്നുള്ളൂ. മറ്റേ അവരുടെ റെഗുലർ ഒരു യൂഷ്വൽ പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്നല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഭയങ്കര നല്ല സെയിൽ സ്റ്റാർട്ടായി. അത് സക്സസ്ഫുള്ളായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 2014 നമ്മുടെ MG റോഡിലുള്ള പുതിയ ഷോറൂമായിരുന്നു. 2010 ഞങ്ങൾ തുടങ്ങിയ കട 3.5 വർഷം കൊണ്ട് നമ്മൾക്ക് ആ കടയിൽ സെയിൽ ഓവർഫ്ലോ ആയി. മീൻസ് കസ്റ്റമർ വന്നാൽ കയറി നിൽക്കാൻ ഇടയില്ലാത്ത അവസ്ഥ എത്തി. അതുപോലെ തിരക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ 14 MG റോഡിലെ പുതിയ ഷോറൂമിലേക്ക് മാറിയത്. 10,000 സ്ക്വയർ ഫീറ്റിലൊരു ഷോറൂമിലേക്ക് മാറി. അത് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ആക്ച്വലി. പിന്നെ പിന്നീട് ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ 2 സ്റ്റോറും കൂടെ നമ്മൾ MG റോഡിൽ തുടങ്ങി.
മാസ്റ്റർ പീസ് ബൈ മിലൻ, മെയ്ഡ് ബൈ മിലൻ. പിന്നെ മെയ്ഡ് ബൈ മിലന്റെയും മാസ്റ്റർ പീസ് ബൈ മിലന്റെയും കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് അതിനകത്ത് കൂടുതൽ? മെയ്ഡ് ബൈ മിലൻ എന്ന് പറയുന്നത് ഞങ്ങൾ റെഡിമെയ്ഡ്സ് ആണ് ഓക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. മിലൻ ഉണ്ടാക്കിയത്, മിലൻ മേക്ക് ചെയ്ത പ്രോഡക്റ്റുകളാണ് അവിടെ വിൽക്കുന്നത്. ഓക്കെ ഓക്കെ മെയ്ഡ് ബൈ മിലൻ. മിലനിൽ ഞങ്ങൾക്ക് ഫാബ്രിക്സ് മെറ്റീരിയലുകളുണ്ട്. ഓക്കെ അപ്പോൾ ഞങ്ങൾ സാരികൾ അവിടെ ഉണ്ടാക്കുമായിരുന്നു ആദ്യം. പിന്നെ ഞങ്ങൾ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ലെഹങ്കാസ്, ലാച്ചാസ്, കുർത്തീസ്, അങ്ങനെ ഡ്രസ്സസ്, ഔട്ട്ഫിറ്റ്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അത് കൂടുതൽ കസ്റ്റമൈസേഷനും കുറച്ച് കുറച്ച് ഉണ്ടാക്കി കടയിൽ വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് എൻക്വയറിയും അതിന് നല്ല ഡിമാൻഡും ആയപ്പോഴാണ് നമുക്കിങ്ങനെ മെയ്ഡ് ബൈ മിലൻ എന്ന് പറയുന്ന ഒരു സ്റ്റോർ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ ഇന്ന് വൈകുന്നേരത്തേനോ അല്ലെങ്കിൽ നാളത്തേനോ നമുക്ക് അത് ഇറക്കാൻ പറ്റും. ഓക്കെ അതിൻ്റെ ഒരു സാമ്പിളിങ് കിട്ടിയാൽ പിന്നെ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഇറക്കാം. 1 വീക്ക് കൊണ്ട് ഇറങ്ങും. ഓക്കെ എവറി ഡേ വി ഡു ദാറ്റ്. ഓക്കെ എവറി ഡേ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ, ഒരു പുതിയ പ്രോഡക്റ്റ് എല്ലാ 15 ഡിസൈനേഴ്സോളം നമ്മൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളോടൊപ്പം. 15 പേരുടെ എവറി ഡേ രാവിലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈവൻ ഒരു മിനിമം ഒരു ബ്ലൗസ് എങ്കിലും പുതുതായിട്ട് ഡിസൈൻ ചെയ്ത്, അത് അപ്രൂവലോട് കൂടി മാത്രമേ അത് ചെയ്യുള്ളൂ. ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഡോട്ടറിലോ ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ സീനിയർ ഡിസൈനേഴ്സിന് അവരെ കാണിച്ചിട്ട് അത് അപ്രൂവ് ചെയ്ത്, അത് മിലൻ്റെ കൾച്ചറിലുള്ള സാധനമാണ്. ഓക്കെ മിലൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം ഡിസൈനോ. മാമിന്റെ ഒരു സിഗ്നേച്ചർ എല്ലാത്തിലും ഉണ്ടാവും. വരണം. അത് നമ്മളെ ജനം അക്സെപ്റ്റ് ചെയ്തല്ലേ. ഓക്കെ അപ്പോൾ അതുകൊണ്ടേ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോഡക്റ്റ് അപ്രൂവ്ഡ് ആയാൽ അവരത് എത്രയും പെട്ടെന്ന് വിതിൻ 24 hours അത് ചെയ്ത് നമുക്ക് തരാൻ ഉള്ള ഒരു ബാക്ക് എൻഡ് യൂണിറ്റ് നമുക്കുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മിലന്റെ ടാഗ് ലൈൻ ഫാഷൻ സിൻസ് നൗ കറക്റ്റ് ആണല്ലേ? കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഫാഷനാണ് മിലൻ കൊടുക്കുന്നത്. അതാണ് ഇപ്പൊ മാം പറഞ്ഞത്. ഫാഷൻ സിൻസ് നൗവിൽ നിന്നും മാറ്റണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നൗ എന്നുള്ളതിൽ അന്നൊക്കെ എന്നാ വെച്ചാൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഫാഷൻ മാറല്ലേ, ഒരു 1 മന്തെങ്കിലും അതെ നിൽക്കും. അതെ ഇപ്പൊ അതെ ചിന്തിക്കുന്നതല്ല അടുത്ത മിനിറ്റ് അതെ 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 എല്ലാ സെക്കൻഡിലും ഫാഷൻ മാറുവാണ്. ഫാഷൻ മാറും. അതെ അതെ അപ്പം ഫാഷൻ സിൻസ് നൗവിന് പകരം ഫാഷൻ സിൻസ് സെക്കൻഡ് എന്നോ അല്ല മിനിറ്റ് എന്നോ ഒക്കെ ആക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ മാം പറഞ്ഞു ആദ്യ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ മിലൻ തുടങ്ങിയത്. അപ്പം നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം കുറച്ച് കാലങ്ങളൊക്കെ നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്. പക്ഷെ അങ്ങനെ തന്നെ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ തീയിൽ കുരുത്തത് പിന്നെ വെയിലത്ത് വാടില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അങ്ങനെ തീയിൽ കുരുത്ത് തന്നെയാണോ മിലൻ ഡിസൈൻ വന്നത്? കുറച്ച് നാൾ തീ കുരുത്തായിരുന്നു. ആദ്യത്തെ മാസം 1.5 മാസമൊക്കെ നല്ല സെയിലായിരുന്നു. പിന്നെ അത് ഇച്ചിരി സ്ലോ ആയി. 3rd month ഒക്കെ ആയപ്പോൾ സ്ലോ ആയി. ഓക്കെ ബിക്കോസ് നമ്മളും ഒരു പുതിയ സ്റ്റോർ തുടങ്ങുമ്പോൾ നിറച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കുമല്ലോ, അതങ്ങ് തീരണമല്ലോ. എവരിഡേ തീയല്ലേ, എവരിഡേ. അപ്പോൾ 3rd month ഒക്കെ ആയപ്പോൾ അത് തീർന്ന് പുതിയ സാധനം കൊണ്ടുവരാൻ ഞാനിങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അടുത്ത് എന്താണ് എറണാകുളം വേണ്ടത്, പുതിയൊരു മാർക്കറ്റ്. ഒരു 3-4 months വരാം, 2 മാസം 2.5 മാസമൊക്കെ എനിക്കൊന്ന് കുറച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ സെയിൽ കുറവിനെ കുറിച്ചല്ല, എന്താ ആൾ ഇങ്ങനെ കുറഞ്ഞു പോയാൽ പറ്റുന്ന ആദ്യം ഭയങ്കര തിരക്കാണ്. ഓക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി നോ ഇപ്പം ചെയ്യുന്നതല്ല, ഇതിലും അവർക്ക് എന്നും എക്സിബിഷനാണ് വേണ്ടത്. നമ്മൾ എക്സിബിഷൻ മോഡ് ആണ് കടയിൽ. ഇപ്പോൾ എവറി ഡേ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ എവറി ഡേ പുതിയ സാധനം വേണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് മാറിയത് പെട്ടെന്ന്. മാം നേരത്തെ പറഞ്ഞു മെയ്ഡ് ബൈ മിലൻ, മാസ്റ്റർ പീസ് ബൈ മിലൻ. ഇത് ആരാ ഇപ്പം നടത്തുന്നത്? മാം തന്നെയാണോ നടത്തുന്നത്? ഞങ്ങളും എല്ലാവരും കൂടെ, എൻ്റെ മോനും മരുമോളും ഒക്കെ ബിസിനസ്സിലാണല്ലോ. ഓക്കെ അപ്പം ആക്ച്വലി എല്ലാം ഒന്നും എനിക്ക് ശരിക്കും എപ്പോഴും പോയി നോക്കാൻ പറ്റില്ല. ഞാൻ മെയിൻലി ഐ എം ഫോക്കസിങ് ഓൺ മിലൻ ഡിസൈൻ. ഡോട്ടറിലോയും ആണ് മെയ്ഡ് ബൈ മിലനിലെയും മാസ്റ്റർ പീസ് ബൈ മിലനിലെയും സ്റ്റോക്ക് നോക്കലും പർച്ചേസിന് പോകണമെങ്കിൽ പോവുക. പിന്നെ മോള് ഡിസൈനറാണ് മരുമോള്. ഓക്കെ സോ അവള് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉള്ള ആളാണ്. അപ്പം എനിക്ക് ധൈര്യമായിട്ട് ഇന്ന പ്രോഡക്റ്റുകൾ അവിടെ തീർന്നിരിക്കുക മോളെന്ന് പറഞ്ഞാൽ അവൾ ഡിസൈനേഴ്സിനെ വെച്ച് അത് ചെയ്യാൻ കൊടുക്കും. മറ്റേ ഞാൻ തന്നെയായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് അതിനകത്തൊരു ഹെൽപ്പായി. അതുകൊണ്ട് മാസ്റ്റർ പീസ് ബൈ മിലൻ ആൻഡ് മെയ്ഡ് ബൈ മിലൻ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പോകേണ്ട ആവശ്യമില്ല. 1 in a week ഒക്കെ പോയാൽ മതി. ബാക്കി അവർ നോക്കിക്കോളൂ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരു മരുമോള് തന്നെ കുടുംബത്തിലോട്ട് കടന്നു. അതൊരു ദൈവത്തിനൊരു വലിയൊരു കരുതലായിരുന്നല്ലേ, തീർച്ചയായിട്ടും. പുതിയൊരു ജനറേഷനെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കല്യാണം പറയുമ്പം ഫാഷൻ ഡിസൈൻ പഠിച്ച കുട്ടിയാണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ ഓക്കെ ഓക്കെ കല്യാണം പറഞ്ഞ് ഓൾമോസ്റ്റ് അവർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിച്ചതെന്ന്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ദൈവം എത്ര വലിയവനാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടിയതാണ് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് മോളാണ്. ഓക്കെ മിലൻ്റെ ഒത്തിരി റീലിൽ മോഡലായിട്ട് ഞാൻ കാണാറുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ക്യാമറയുടെ മുന്നിൽ വരാൻ പോലും മടിയായിരുന്നു. പക്ഷെ ചെയ്തങ്ങ് തുടങ്ങിയപ്പോൾ ആള് ഭയങ്കര ക്യുക്കായിട്ട് ഫാസ്റ്റായിട്ട് കത്തിക്കയറി. മിലൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ആൻഡ് പ്രോജക്റ്റ് എന്താണ്? എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ പ്രോജക്റ്റ് ഒക്കെ? ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ പുതിയ സ്റ്റോർ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിൽ ഒരു എക്സിബിഷനൊക്കെ ചെയ്തിരുന്നു. ഓക്കെ
യൂസ് കുറേ യു എസിൽ എക്സെപ്ഷൻസ് നേരത്തെ ചെയ്തിരുന്നു, പക്ഷെ യു എസിൽ സ്റ്റോർ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ദുബായി നമ്മൾ അങ്ങനെ ഒരു ചെറിയ പ്ലാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു ദുബായിൽ എക്സിബിഷനിൽ. പക്ഷെ അത് കഴിഞ്ഞ് ഈ വാർക്ക് വന്നത്, അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഏതായാലും ഉടനെ എന്തായാലും നടക്കില്ല. അത് ഞങ്ങളങ്ങനെ പാക്കപ്പ് ചെയ്തു. സാധാരണ നമ്മുടെ നാട്ടിലൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയ പിന്നെ എല്ലാ ജില്ലകളിലും അതിൻ്റെ ബ്രാഞ്ചസ് വരും. പക്ഷെ മിലൻ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, നമുക്ക് പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും. എക്സ്ക്ലൂസിവിറ്റി നഷ്ടപ്പെടും. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ബ്രാൻഡ് പലതും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പല ബ്രാഞ്ചൊക്കെ ഇടുന്നവർ സോഷ്യൽ മീഡിയയിൽ കൂടെ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എക്സ്ക്ലൂസീവ് പീസസ് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ നിൽക്കണം. ഈ ഫാഷൻ എന്ന് പറയുന്നത് എന്താ, കൂടുതൽ കോമൺ അല്ലാത്ത സാധനം ഇടുന്നതും കാണുന്ന അങ്ങനെയല്ല ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒത്തിരി ബ്രാഞ്ചസ് ആയി കഴിഞ്ഞാൽ സെയിം ടൈപ്പ് എല്ലായിടത്തും വരും. ഇനി ഞാൻ ഒരാളെയും കൂടെ ഈ ഇൻ്റർവ്യൂവിലോട്ട് ക്ഷണിക്കുകയാണ്. അയർലൻഡിലെ നമ്പർ 1 പ്രീമിയം ഫർണിച്ചർ ബ്രാൻഡായ ലേ ഡിവാനോ ഇറ്റാലിയുടെയും അയർലൻഡിലെ തന്നെ ആദ്യത്തെ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും മിലൻ ഫാഷൻ ഷോയുടെ സ്പോൺസറുമായ ഫിൻമൗണ്ട് ലിമിറ്റഡിൻ്റെ CEO മിസ്റ്റർ ബിനുവിനെയും കൂടെ ഞാൻ ഇൻ്റർവ്യൂവിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ബിനുചേട്ടാ. താങ്ക് യു. എനിക്ക് ബിനുചേട്ടനോട് ചോദിക്കാനുള്ളത്, അയർലൻഡിലെ മലയാളികൾക്കിടയിൽ ലേ ഡിവാനോ ഇറ്റാലിയോ ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ ഈ ഫിൻമൗണ്ട് അക്കൗണ്ടൻസ് അത്ര പോപ്പുലർ അല്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം, ഞാൻ 2011 ഇവിടെ CA ക്വാളിഫൈഡ് ആവുന്നത്. അന്നേരം ഒരു കുറച്ച് എക്കണോമിക് റിസഷനൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബിസിനസ് അക്കൗണ്ടിങ് കൺസൾട്ടൻസി ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ മലയാളികളായിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ബിസിനസ് കൺസൾട്ടൻസി അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഞങ്ങൾക്കൊരു അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സ് അനുസരിച്ച് ഞങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അക്കൗണ്ടൻസി ഞങ്ങൾ അത്രയും പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് ശരിക്കും ഫിൻമൗണ്ട് അക്കൗണ്ടൻസ് സർവീസ് ചെയ്യുന്നത്? ഞങ്ങൾ ബേസിക്കലി ഒരു ടാക്സ് കൺസൾട്ടിങ് കമ്പനിയാണ്. ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന എല്ലാ സർവീസസും ഞങ്ങളിപ്പോൾ ബേസിക്കലി ഉള്ള ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് PAY ടാക്സ് ക്രെഡിറ്റോ അല്ലെങ്കിൽ ഇയർ എൻഡ് ടാക്സ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ അതും സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആളുകൾ ഞങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ട് വരുന്നൊരു കാര്യമാണ്, അയർലൻഡിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടാക്സ്. അപ്പോൾ ഒരു മാർജിനൽ റേറ്റ് ഇസ് 40%, ഒരു നെറ്റ് ടാക്സ് ബ്രാക്കറ്റ് വിൽ കം 32%. അപ്പോൾ എല്ലാവരും പ്രശ്നം, ഓക്കെ ഞാനൊരു ഓവർ ടൈം ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ആണ്, കുറച്ചും കൂടി ഹയർ ഇൻകം വേണമെന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ഫോർ എ ഓവർ ഇൻകം. ബട്ട് ദ പ്രോബ്ലം ഈസ് 50% ഈസ് ഗോയിങ് ടു ടാക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇവിടെ ആളുകൾക്ക് ടാക്സ് സേവിങ് പ്ലാനിങ്ങിലേക്ക് ഒട്ടും മലയാളികൾക്ക് കടന്നിട്ടില്ല. അതിനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതും ഞങ്ങളുടെ കൺസൾട്ടൻസിയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതും. ഒത്തിരി ആളുകൾ പെൻഷൻ്റെ റിട്ടയർമെൻറ്റ് ഏജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് പെൻഷൻ പോർട്ടലിൽ ഉണ്ടാക്കുന്ന എമൗണ്ട് ഷോർട്ട് ഫാൾ എങ്ങനെ കവറപ്പ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. സോ എന്താണെന്നുള്ളത്, അവർക്കൊരു പെൻഷൻ്റെ എമൗണ്ട് എത്ര വേണം, അല്ലെങ്കിൽ ഹൗ ടു മെയിൻറ്റെയിൻ ദ പെൻഷൻ ബാലൻസിങ്, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ബിൻചേട്ടൻ ഇപ്പോൾ പറഞ്ഞു ടാക്സ് സർവീസിനെ കുറിച്ചും പെൻഷനെ കുറിച്ചും ഒക്കെ. ഇതല്ലാതെ ചെറുതും വലുതുമായ ബിസിനസ് ഒക്കെ തുടങ്ങാനായിട്ട് ഫിൻമൗണ്ട് അക്കൗണ്ട്സ് എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്നുണ്ടോ? ഒബ്വിയസ്ലി ഞങ്ങൾ 2011 തൊട്ട് ഞങ്ങൾ ബിസിനസ് സപ്പോർട്ടിങ്ങിനാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഉള്ള ഒരുമാതിരിയുള്ള എല്ലാ മലയാളി ബിസിനസ്സുകളെയും എൻ്റെ സമയത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അന്നെന്ന് വെച്ചൊരു 10,000 15,000 മാക്സിമം 50,000 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തുടങ്ങാൻ വേണ്ടി വരുന്നു. അവർക്ക് ഫണ്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ ബാങ്കുമായിട്ട്, അന്ന് ബാങ്കുകളെ സംബന്ധിച്ച് ഫണ്ടിങ്ങിന് ഭയങ്കര ഷോർട്ടുള്ള സമയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസഷൻ്റെ ടൈമിൽ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഒരുമാതിരി എല്ലാ ബിസിനസ്സിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യും. പക്ഷേ വേറെ ഏത് അക്കൗണ്ടൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ള ഗുണം വെച്ചാൽ വി ഹാവ് ബിസിനസ് എക്സ്പീരിയൻസ്. മാം നേരത്തെ ഇൻ്റർനാഷണൽ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയേണ്ടത്, പ്രത്യേകിച്ച് ഒരു അയർലൻഡിലെ ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്കറിയേണ്ടത്, അയർലൻഡിലൊരു മിലൻ്റെ ഒരു ഷോപ്പ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ല. പക്ഷേ ഇപ്പം ഞാനിവിടെ വന്ന് കണ്ടപ്പം നിറച്ച് മലയാളികളുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി. പിന്നെ ഇവിടെ അങ്ങനെ മലയാളി നമ്മുടെ ഔട്ട്ഫിറ്റ്സ് വിൽക്കുന്ന അല്ലെങ്കിൽ സാരി വിൽക്കുന്ന ഷോപ്പുകളില്ല. സാരിക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡ്രസ്സസ്, ലെഹങ്കാസ്, കുട്ടികളുടെ വെഡിങ് അതൊക്കെ നടക്കാറുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കും, നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പം മാം ഇപ്പം പറഞ്ഞു ഷി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്.
അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഭാവിയിൽ മിലൻ ഇതുപോലൊരു ഷോപ്പ് അയർലൻഡിൽ തുടങ്ങുവാണെങ്കിൽ ഫിൻമൗണ്ട് അക്കൗണ്ടിന് എന്ത് ഹെൽപ്പ് അതിന് ചെയ്യാൻ പറ്റും? ഒബ്വിയസ്ലി മാമിൻ്റെ ഇത് ഐഡിയയോടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ആര് എന്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നാലും ഞങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനോട് ആഡ് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങൾ ഇവിടെ ഇത്ര എൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ജനറേഷനായി കുട്ടികളുടെ പലരുടെയും കല്യാണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സെക്കൻഡ് ജനറേഷൻ കുട്ടികൾക്ക് ആർക്കും ഗോൾഡിനോട് അത്ര വലിയ ക്രൈസ് ഇല്ല. സോ ദേ ഗോ ടു ബെൽജിയം ആൻഡ്രാപ്പ് ഫോർ ദ ഡയമണ്ട്. പക്ഷേ ഇന്ത്യൻ കോസ്റ്റ്യൂം ഡ്രസ്സ് വേണം, അതിനിവിടെ ഒരു സ്പേസ് ഇല്ല. ദാറ്റ്സ് ഓൺലി റീസൺ ദേ ഗോ ടു കേരള ടു ബൈ ദാറ്റ് വൺ. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി വെഡ്ഡിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ് വെഡ്ഡിങ്. കാരണം എല്ലാവരുടെയും പേരൻസ് ഒക്കെ ഇവിടെ തന്നെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെയാണ്. അപ്പോൾ അവർക്കൊരു ഡ്രസ്സിൻ്റെ ഒരു ഹബ്ബ് ഇവിടെ ഉണ്ടായാൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി good option. There is a room for a physical outlet, not a big outlet, but a small outlet. Yeah. So a brand like Milan comes with that product backup, and someone who can come with an investment, and then people like us who can come into for kind of a consulting, then definitely will work. Obviously, we can support that because the client base is there. ഞാനിന്ന് മേയറെ രാവിലെ കണ്ടു. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്ത് വേണമെങ്കിലും ഹെൽപ്പ് വേണേൽ ചോദിക്കാമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി വി ക്യാൻ ഡു. ഹിയർ ഫസ്റ്റ് 3 years നോ ടാക്സ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്മിത ആദ്യം ചോദിച്ച ചോദ്യത്തിനോടും ഇല്ല, ഞങ്ങളെ സസ്റ്റൈനബിലിറ്റി ഞങ്ങളെ ഒരു മനസ്സിലുള്ള വലിയൊരു ആശയമാണ്. അതായത് യങ്ങർ ജനറേഷനിലേക്ക് ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവിടുക എന്നുള്ളതാണ് ഞങ്ങൾ. വളരെ സന്തോഷം ബിനിച്ചേട്ടാ. ലെ ഡിവാനോ ഇറ്റാലിയയ്ക്കും ഫിൻമൗണ്ട് അക്കൗണ്ട്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ സെക്ഷനിലോട്ട് പോയാലോ? മാമിനോടാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത്. ഫാഷനും ഡിസൈനിങ്ങും ഒക്കെ വിട്ടിട്ട് വേറൊരു ബിസിനസ് മേഖല മാമിന് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? മേ ബി റെസ്റ്റോറൻറ്റ്. ഓക്കെ. മാമിൻ്റെ വാർഡ്രോബിലുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് ഡ്രസ്സ് അത് സാരിയാണോ വേറെ ഏതെങ്കിലും ഔട്ട്ഫിറ്റ് ആണോ? സാരി, കാഞ്ചീപുരം സാരി. എത്രയായിരിക്കും അതിൻ്റെ ഏകദേശം ഒരു വില? ഇപ്പോൾ ഒരു 3.5 lakhൻ്റെ സാരി. ഇതുവരെയുള്ള ലൈഫ് ജേർണിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞ ആരായിരിക്കും? അതേ അടുത്തിരിക്കുന്ന ആള്, എൻ്റെ ഹസ്ബൻഡ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ ക്വാളിറ്റിയിൽ ഏറ്റവും മാം അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി? അദ്ദേഹത്തിന് ഈഗോ എന്ന് പറയുന്ന ഒരു ഫീലിങ്ങേ ഇല്ല. നമ്മൾ എത്ര വലുതാവുന്നതും നമുക്ക് എത്ര എന്നെ എത്ര ആൾക്കാർക്ക് എത്ര എന്നെ റെക്കഗ്നൈസ് ചെയ്താലും അതിൽ ഹാപ്പി ആവുന്ന ഒരാളാണ്. ഓക്കെ. ഇനി സാറിനോട് ചോദിക്കാനുള്ളത്, സാറിൻ്റെ മെയിൻ ഹോബി എന്താണ്? ഇംഗ്ലീഷ് മൂവി കാണുക. ഓക്കെ. ഒത്തിരി ഇംഗ്ലീഷ് മൂവികളൊക്കെ കാണും. അതെ അതെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സ്റ്റൈൽ യുവർ ഡ്രസ്? എൻ്റെ ഡ്രസ്സ് കംപ്ലീറ്റ് ഷെർലിനാണ്. അപ്പോൾ ഈ ഷർട്ട് പോലും ഷെർലി മേടിച്ചു തന്നാണ്. ഓക്കെ. അതെ, വേറെ ആരും സ്റ്റൈൽ ചെയ്യാനല്ലേ? ഒരു ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്റ്റൈലിസ്റ്റ് കൂടെ ഉള്ളപ്പോൾ പിന്നെ വേറൊരാൾക്ക് അതിനൊരു ചാൻസ് ഇല്ല. നേരത്തെ ചോദിച്ച പോലെ മാമിൻ്റെ ക്വാളിറ്റിയിൽ സാറ് ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി? ഒരു ഡിസിഷൻ എടുത്താൽ അത് നടത്തിയിരിക്കും. ഓക്കെ. പിന്നെ കള്ളത്തരം ആരുടെ അടുത്തും അങ്ങനെ കള്ളത്തരം എന്ന് പറയുന്ന പരിപാടി അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. എല്ലാം നേരെ പോവും. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നതുകൊണ്ട് ഞാനൊരു കുറച്ചൊന്ന് ഫണ്ണാക്കാൻ വേണ്ടി വേറൊരു 3-4 ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊരു ബോർഡ് ഗെയിമാണ്. ഇപ്പം ഞാൻ രണ്ടുപേരുടെയും കയ്യിൽ ഒരു ബോർഡ് തരും. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അനുസരിച്ച് നിങ്ങളത് ആൻസർ ചെയ്യുക ബോർഡ് വെച്ചിട്ട്, കേട്ടോ. സാറാണ് അതിൻ്റെ ആൻസറെങ്കിൽ ഇത് മീ എന്നുള്ളത് കാണിക്കണം. പിന്നെ മാമാണ് അത് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഹെർ എന്ന് കാണിക്കണം, കേട്ടോ. ഇത് മീ ഹിം. ഓക്കെ. പിണക്കങ്ങളൊക്കെ ഉണ്ടായാൽ ആരായിരിക്കും ഏറ്റവും ആദ്യം ഒരു ഐസ് മെൽറ്റിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, കറക്റ്റാ. കറക്റ്റ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, അതായത് ബർത്ത്ഡേ, ആനിവേഴ്സറി ഒക്കെ ആദ്യമേ ഓർത്ത് വെച്ച് അതിനുവേണ്ടി ഒരു സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നത് രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഹൂ ഈസ് ദ മോസ്റ്റ് സ്ട്രിക്റ്റ് അറ്റ് ഹോം? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ അഡിക്റ്റഡ് ടു ദെയർ ഫോൺ? അത് രണ്ടുപേരും ഇങ്ങനെ പിടിക്കാം. ഇല്ല, നോക്കാൻ പാടില്ല. ഇതാ. ഓക്കെ. രണ്ടുപേരും ബിസിനസ്സുകാരാണ്. ആരാണ് കൂടുതൽ ബിസിനസ് ഓറിയന്റഡ്?
അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളെ രണ്ടുപേരെയും കാണാൻ പറ്റിയതിലും ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിലും അയർലൻഡിലോട്ട് നിങ്ങളെ വെൽക്കം ചെയ്യാൻ പറ്റിയതിലും ഒക്കെ മിലൻ ഡിസൈനിന് എല്ലാവിധ ആശംസകളും നേരുവാണ്. ഭാവിയിൽ ഒരു മിലൻ ഡിസൈനിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങട്ടെ എന്ന് ഒരു അയർലൻഡിലെ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. so much. താങ്ക് യു. Thank you. താങ്ക് യു.